ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് SSC എക്സാം അപ്ഡേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് SSC എക്സാം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 35,000 വാക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലേ. അതിൽ SSC CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, GD ഉണ്ട്, CPO ഉണ്ട്, JE ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ്, അങ്ങനെ പല തസ്തികകളാണ് ഉള്ളത്. CGL ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് CGLക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് CHSLക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാൽ വീഡിയോ ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടി പറയുന്നത്. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് MTSക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ GD കോൺസ്റ്റബിൾ ആണെങ്കിൽ CAPF, NIA, SSF, റൈഫിൾമെൻ തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. CPO ഉണ്ട്, അതുപോലെ തന്നെ JE, സ്റ്റെനോഗ്രാഫർ, SSC സെലക്ഷൻ പോസ്റ്റ്. ഇനി ഇതില് SSC CGL അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുകയാണ്. SSC CGL എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ അഥവാ മിനി സിവിൽ സർവീസ് ആണ് അല്ലെ. അതായത് കേന്ദ്ര നിയമനങ്ങൾക്കായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പരീക്ഷകളിൽ മിനി സിവിൽ സർവീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഏത് CGL അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഓക്കെ, ബിരുദം അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഈ മത്സര പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നവരെ കേന്ദ്ര സർവീസിലെ സുപ്രധാന വകുപ്പുകളിലായിരിക്കും നിയമിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, CBI, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡിഫൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ ബോർഡ് തുടങ്ങി ഒരുപാട് അവസരങ്ങളാണ് ഈ CGL എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വരാനായിട്ട് പോകുന്നത്. ഇതില് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 2 ടയർ ആയിട്ടാണ്. ടയർ 1 ആൻഡ് ടയർ 2. ഇതിൽ ആദ്യം അത് നേരത്തെ 4 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, 4 ടയേഴ്സ് ഉണ്ടായിരുന്നു. നീളുന്ന ദൈർഘ്യമേറിയ കടമ്പയായിരുന്നു ഈ CGL എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ 2 ഘട്ട പരീക്ഷകളായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടയർ 1 പരീക്ഷയിൽ ഏതൊക്കെയാണുള്ളത്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 200 മാർക്ക് 60 മിനിറ്റിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.50 മാർക്ക് വെച്ചിട്ടായിരിക്കും കുറയാൻ പോകുന്നത്. 1 മണിക്കൂറാണ് പരീക്ഷാ ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. 1ാം ഘട്ട പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരാണ് ടയർ 2 പരീക്ഷ നടത്തുന്നത്. ടയർ 2 പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ടയർ 2 എന്ന് പറയുമ്പോൾ മെയിൻ എക്സാം, ഓൺലൈൻ ആൻഡ് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ടയർ 2 എക്സാമിൽ വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ 2 എക്സാമിലെ പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ടയർ 2 എക്സാം നടത്താനായിട്ട് പോകുന്നത്. പേപ്പർ 1 എല്ലാ തസ്തികകളിലെയും അപേക്ഷകർക്ക് ബാധകമായിരിക്കും. എന്നാൽ പേപ്പർ 2, അതായത് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഇത് പേപ്പർ 2 ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ SSC CGL എത്ര വേക്കൻസീസ് ആണ്? 14,582 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർവീസിലെ വിവിധ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C തസ്തികകൾ ഒഴിവിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് ജൂലൈ 4 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു 2 ടയറാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കാൻ പോകുന്നത് പ്രിലിംസ് ഓഗസ്റ്റിലും മെയിൻസ് നടക്കാൻ പോകുന്നത് ഡിസംബറിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നുള്ള കാറ്റഗറീസിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 2025 ജൂലൈ 4 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതില് അതായത് ഇപ്പൊ ആദ്യത്തെ, അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാന വിഷയങ്ങൾ ഒന്നായി പഠിച്ച ഏതെങ്കിലും ബിരുദം, അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് 60% മാർക്കോടെ നേടിയ ശേഷം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ +2ൽ 60% മാർക്ക് നേടിയ ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്നവർക്ക് ഇതിലേക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. ഓൺലൈൻ ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KKR എക്സാം സെന്റേഴ്സ് വിത്ത് കോഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. KKR എന്ന് പറഞ്ഞാൽ കേരള കർണാടക റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ പരീക്ഷാ കേന്ദ്രങ്ങളും കോഡുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എറണാകുളം,
9213, കൊല്ലം 9210, കോട്ടയം 9205, കോഴിക്കോട് 9206, തൃശൂർ 9212, തിരുവനന്തപുരം 9211, കണ്ണൂർ 9202. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ https://ssc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതുപോലത്തെ SSC അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.